ഇക്ബാൽ അറക്കൽ ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. ഇക്ബാൽ, സുരേഷ് ഗോപി ഈ കലുങ്ക് സംവാദത്തിനിടെ പറഞ്ഞ ഓരോ പരാമർശങ്ങളും വിവാദങ്ങളിലേക്ക് മാറുകയാണ്. ഇതിപ്പോൾ ദുൽഖർ സൽമാന്റെയും പൃഥ്വിരാജിന്റെയും ഒക്കെ വീടുകളിലും ഓഫീസുകളിലും നടന്ന റെയ്ഡിന് പിന്നിൽ ആരാണെന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. ഇത് കേന്ദ്ര ഏജൻസികൾ നടത്തിയിട്ടുള്ള റെയ്ഡല്ലേ? അപ്പോൾ പിന്നെ കേന്ദ്ര ഏജൻസികൾക്കെതിരെയാണോ സുരേഷ് ഗോപി പറയുന്നത്? അതോ യഥാർത്ഥത്തിൽ എന്താണ് അദ്ദേഹം പറയുന്നത്? എന്താണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്? അത് വിവാദമായതിനു ശേഷം അദ്ദേഹം അത് നേരെ മാധ്യമങ്ങൾക്ക് മേലെ ഇടുകയും ചെയ്തു അല്ലേ? എന്തൊക്കെ സംഭവിച്ചു ഇക്ബാൽ? രോഷ്നി, അതായത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നടത്തിയിട്ടുള്ള കലുങ്ക് ചർച്ച വലിയ രീതിയിൽ വിവാദമായിരുന്നു. ഇന്ന് പാലക്കാട് അകത്തേത്തറയിൽ വെച്ചായിരുന്നു ഇത്തരത്തിൽ കേന്ദ്രമന്ത്രിയുടെ കലുങ്ക് ചർച്ച നടന്നത്. അതിനിടയിലാണ് ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടുള്ള ചില പരാമർശങ്ങൾ കേന്ദ്രമന്ത്രി നടത്തുന്നത്. സർക്കാരിന്, പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിന് വലിയ രീതിയിൽ ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് ഈ സ്വർണ്ണപ്പാളി വിവാദം. അതിനെ മറക്കുന്നതിന് വേണ്ടി സർക്കാർ പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അതിൽ ഒന്നായി പ്രധാനമായും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ഈ സിനിമാ നടന്മാരുടെ വീടുകളിൽ നടന്നിട്ടുള്ള റെയ്ഡ്, അത് സ്വർണ്ണപ്പാളി വിവാദം മറയ്ക്കാനാണ്, മുക്കാനാണ് എന്ന രീതിയിലുള്ള ഒരു പരാമർശമാണ് സുരേഷ് ഗോപി ഇന്ന് രാവിലെ നടത്തുന്നത്. ദുൽഖറിന്റെ വീട്ടിൽ ഉൾപ്പെടെ നടന്നിട്ടുള്ള ഈ റെയ്ഡ് അത് കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രണത്തിന്റെ ഭാഗമാണ് എന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുന്നു. അതിനെതിരെ, അതായത് ഈ റെയ്ഡിനെതിരെ അദ്ദേഹം പറയുമ്പോഴും അതെല്ലാം സംസ്ഥാന സർക്കാരാണ് ചെയ്തത്, ED ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്ത് സ്വർണ്ണപ്പാളി വിവാദം മറക്കാൻ ശ്രമിക്കുന്ന രീതിയിലുള്ള വിചിത്രമായിട്ടുള്ള വാദമാണ് അദ്ദേഹം ആദ്യഘട്ടത്തിൽ ഉയർത്തുകയും ചെയ്തിട്ടുള്ളത്. താനൊരു കേന്ദ്രമന്ത്രി ആയതുകൊണ്ട് മാത്രം കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല, താൻ ഇടയിൽ പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ കലുങ്ക് സംവാദത്തിനിടയിൽ പറഞ്ഞിട്ടുള്ള പ്രജ എന്ന് പറഞ്ഞിട്ടുള്ള പരാമർശം ഉൾപ്പെടെ വലിയ രീതിയിൽ സ്വർണ്ണപ്പാളി വിവാദം മറക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ഉപയോഗിച്ചിരുന്നു. അതേ സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ താരങ്ങളുടെ, സിനിമാ നടന്മാരുടെ വീടുകളിൽ നടന്നിട്ടുള്ള റെയ്ഡ് ഉപയോഗിച്ചുകൂടി ഈ സ്വർണ്ണപ്പാളി വിവാദം മറക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന രീതിയിലുള്ള വിചിത്രമായിട്ടുള്ള പരാമർശമാണ് നടത്തിയത്. അത് പിന്നാലെ വാർത്തയാവുന്നു, ആ വാർത്ത വിവാദമാവുന്നു. ആരാണ് റെയ്ഡ് നടത്തുന്നത് എന്ന് പോലും അറിയാതെയാണോ സുരേഷ് ഗോപി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് എന്ന് നമുക്ക് സംശയം തോന്നിപ്പോവും. ഒരു പ്രതികരണം കൂടി ഒന്ന് കേൾക്കാം, എന്നിട്ട് ഞാൻ ഇക്ബാലിലേക്ക് വരാം. അദ്ദേഹം സംസ്ഥാന സർക്കാരിന് എതിരെ തന്നെ പറയുന്ന ഒരു പ്രതികരണമുണ്ട്, അതൊന്ന് കേൾക്കാം. എനിക്കറിയത്തില്ല, സ്വർണത്തിന്റെ വിഷയം മുക്കാൻ വേണ്ടിയാണോ സിനിമാ രംഗത്തേക്ക് രണ്ടുപേര് വീണ്ടും ത്രാസിൽ കയറ്റി അളക്കാൻ കേരള ജനതയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുന്നത്. NIA, ED എല്ലാം പരിശോധിക്കുകയും അന്വേഷിക്കുകയും വളരെ ഇന്റൻസിഫൈഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത് കൊണ്ട് കേന്ദ്ര മന്ത്രിസഭയിൽ ഇരുന്നുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാൻ പാടില്ല. എങ്കിലും ഈ സർക്കാരിനെ ബാധിക്കുന്ന വിഷയങ്ങൾ വരുമ്പോൾ തിളക്കമുള്ളവരെ മലിനപ്പെടുത്തുക, കളങ്കപ്പെടുത്തുക എന്ന് പറയുന്ന പ്രക്രിയ മാത്രമാണ് പോലീസിനെ ഉപയോഗിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും വരും കഥകൾ. ഇക്ബാൽ തുടർന്നോളൂ. ഇതാണ് സുരേഷ് ഗോപി പറയുന്നത്. ഈ കേസിൽ ആരാണ് റെയ്ഡ് നടത്തുന്നത് എന്ന് പോലും അറിയാത്ത ആളാണോ സുരേഷ് ഗോപി? അതോ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ പറയുന്നതാണോ? ചിലപ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് തന്നെ സംശയം തോന്നിപ്പോവും, ഈ ED എല്ലാം നിയന്ത്രിക്കുന്നത് സംസ്ഥാന സർക്കാരാണോ എന്ന രീതിയിൽ. അത്തരത്തിലുള്ള പരാമർശങ്ങളാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്ന് ഇന്ന് പാലക്കാട് വെച്ച് ഉണ്ടാകുന്നത്. ഒരു ED ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് സിനിമാ നടന്മാരെ വേട്ടയാടുക, ആ വേട്ടയാടൽ പിന്നീട് തങ്ങൾക്ക് നേരെയുള്ള പ്രതിസന്ധി ഉണ്ടാക്കുന്ന വിവാദങ്ങൾ മറച്ചുപിടിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ഉപയോഗിക്കുക എന്ന രീതിയിലുള്ള പരാമർശങ്ങളാണ് നടത്തുന്നത്. ഒരുപക്ഷെ ഇടയിൽ അതിന്റെ അബദ്ധം മനസ്സിലായിക്കൊണ്ട് വേണം അദ്ദേഹം പിന്നീട് താൻ കേന്ദ്രമന്ത്രി ആയതുകൊണ്ട് ആ സ്ഥാനത്തിരുന്നുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ആ വിഷയത്തിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്യുന്നു. ഈ വിഷയം പിന്നീട് മാധ്യമങ്ങൾ തന്നെ വാർത്തയാക്കിയതിന് പിന്നാലെ എല്ലാത്തിനും പിന്നിൽ മാധ്യമങ്ങളാണ് എന്ന രീതിയിലുള്ള പരാമർശങ്ങളും പിന്നീട് പാലക്കാട് നഗരസഭയുടെ ഒരു ഉദ്ഘാടന പരിപാടിയിൽ വെച്ച് അദ്ദേഹം നടത്തുകയും ചെയ്തിട്ടുണ്ട്. താൻ ഒരു നേർച്ച ചെയ്തപ്പോൾ ആ നേർച്ചയെക്കുറിച്ച് ഉൾപ്പെടെ വലിയ രീതിയിൽ വിവാദമാക്കുകയും അതിനെതിരെ വാർത്ത കൊടുത്ത ആളുകളാണ് മാധ്യമങ്ങൾ. ആ മാധ്യമങ്ങൾ തന്നെയാണ് ഇത്തരത്തിൽ തൻ്റെ വാക്കുകൾ വളച്ചൊടിച്ച് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയെന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നതെന്നും പറയുന്നുണ്ട്. സ്വർണ്ണപ്പാളി വിവാദത്തിലെ ചർച്ച മറക്കാൻ വേണ്ടി മാധ്യമങ്ങൾ സിനിമാക്കാരെ വേട്ടയാടുന്നു എന്നുൾപ്പെടെ അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിന് തടി ഉയരാൻ വേണ്ടി പറയുന്ന രീതിയിലുള്ള സാഹചര്യവും ഇന്ന് പാലക്കാട് വെച്ച് ഉണ്ടായിരുന്നു. വെറും നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് മാധ്യമങ്ങൾ ഈ സിനിമാ നടന്മാർക്കെതിരെ വാർത്ത കൊടുക്കുന്നത്. ഒരു കാലത്ത് പോണ്ടിച്ചേരി എന്നെല്ലാം പറഞ്ഞ് തൻ്റെ പിന്നാലെ നടന്ന മാധ്യമങ്ങളാണ് ഇപ്പോൾ ഇത്തരത്തിൽ സ്വർണ്ണപ്പാളി വിവാദം മറയ്ക്കാൻ വേണ്ടി മാധ്യമങ്ങൾ തന്നെ ഇത്തരത്തിൽ ഈ സിനിമാ നടന്മാർക്കെതിരായിട്ടുള്ള റെയ്ഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിവാദമാക്കുന്നു. അത് പൊതുമധ്യത്തിൽ ചർച്ച ചെയ്യുന്ന രീതിയിലേക്കുള്ള വാർത്തകൾ ചെയ്യുന്നു. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അദ്ദേഹം രാവിലെ എന്താണോ പറഞ്ഞത് അതിന് നേരെ വിപരീതമായി പറഞ്ഞുകൊണ്ട് എല്ലാ മാധ്യമങ്ങൾ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മേലെ എല്ലാ പഴിയും ചാരിക്കൊണ്ട് അദ്ദേഹം തടിയുരുന്ന രീതിയിലുള്ള പരാമർശങ്ങളാണ് നടത്തുകയും ചെയ്തിട്ടുള്ളത്. രോഷ്നി.